ആളെ കാണിക്കാൻ ജീവിക്കണ്ട. നമ്മളെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ജീവിക്കണം. നമുക്ക് നിലയും വിലയും വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല, നമ്മളെ ഹൃദയത്തിലും നമ്മളെ കുടുംബത്തിലുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനൊരു വലിയ നഷ്ടാണെന്ന് നിന്റെ മരണശേഷം എന്റെ ഭാര്യയ്ക്ക് തോന്നണം. അവളൊരു വലിയ നഷ്ടായിരുന്നു എന്ന് അവളെ മരണശേഷം എനിക്കും തോന്നണം. ഞങ്ങളൊരു വലിയ നഷ്ടായിരുന്നു എന്ന്, അഥവാ ഞങ്ങളൊരു വലിയ സൗഭാഗ്യമായിരുന്നു എന്ന് എന്റെ മക്കൾക്ക് തോന്നണം. ആ തിരിച്ചറിവാണ് കുടുംബം, ആ തിരിച്ചറിവാണ് ജീവിതം. അതേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അത് പരസ്പരം അനുസരിച്ചും ആഘോഷിച്ചും ജീവിക്കേണ്ടതിന് പകരം സമാധാനമല്ലാണ്ട് ഓരോ രാത്രി കിടന്നുറങ്ങുക, ആർക്കോ വേണ്ടി എണീക്കുക, ആർക്കോ വേണ്ടി തിന്നുക, ഒരു സ്വൈര്യം ഇല്ലാണ്ട് കിടന്നുറങ്ങുക, അങ്ങനെ പോവുക, ഇടയ്ക്കെന്തെങ്കിലും സുഖേട് വരിക, തട്ടിപ്പോവുക. ആളെ കാണിക്കാൻ ജീവിക്കണ്ട. നമ്മളെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ജീവിക്കണം. നമുക്ക് നിലയും വിലയും വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല, നമ്മളെ ഹൃദയത്തിലും നമ്മളെ കുടുംബത്തിലുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനൊരു വലിയ നഷ്ടാണെന്ന് നിന്റെ മരണശേഷം എന്റെ ഭാര്യയ്ക്ക് തോന്നണം. അവളൊരു വലിയ നഷ്ടായിരുന്നു എന്ന് അവളെ മരണശേഷം എനിക്കും തോന്നണം. ഞങ്ങളൊരു വലിയ നഷ്ടായിരുന്നു എന്ന്, അഥവാ ഞങ്ങളൊരു വലിയ സൗഭാഗ്യമായിരുന്നു എന്ന് എന്റെ മക്കൾക്ക് തോന്നണം. ആ തിരിച്ചറിവാണ് കുടുംബം, ആ തിരിച്ചറിവാണ് ജീവിതം. അതേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അത് പരസ്പരം അനുസരിച്ചും ആഘോഷിച്ചും ജീവിക്കേണ്ടതിന് പകരം സമാധാനമല്ലാണ്ട് ഓരോ രാത്രി കിടന്നുറങ്ങുക, ആർക്കോ വേണ്ടി എണീക്കുക, ആർക്കോ വേണ്ടി തിന്നുക, ഒരു സ്വൈര്യം ഇല്ലാണ്ട് കിടന്നുറങ്ങുക, അങ്ങനെ പോവുക, ഇടയ്ക്കെന്തെങ്കിലും സുഖേട് വരിക, തട്ടിപ്പോവുക. ആളെ കാണിക്കാൻ ജീവിക്കണ്ട. നമ്മളെ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി ജീവിക്കണം. നമുക്ക് നിലയും വിലയും വേണ്ടത് നാട്ടുകാരെ മനസ്സിലുമല്ല, നമ്മളെ ഹൃദയത്തിലും നമ്മളെ കുടുംബത്തിലുമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഞാനൊരു വലിയ നഷ്ടാണെന്ന് നിന്റെ മരണശേഷം എന്റെ ഭാര്യയ്ക്ക് തോന്നണം. അവളൊരു വലിയ നഷ്ടായിരുന്നു എന്ന് അവളെ മരണശേഷം എനിക്കും തോന്നണം. ഞങ്ങളൊരു വലിയ നഷ്ടായിരുന്നു എന്ന്, അഥവാ